KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ വെണ്ണക്കോട്. പ്രധാന വാർത്തകൾ. സമസ്തയിൽ ഭിന്നതയുണ്ടെന്ന് പറയുന്നവരെ അവഗണിക്കുക, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. മർക്കസിൽ ഖത്മുൽ ബുഖാരി സംഗമത്തിന് അന്തിമ രൂപമായി. ദഅ്വാ മേഖലയിലെ പുതിയ വഴിത്തിരിവായി സമസ്ത പണ്ഡിത സമ്മേളനം. മലപ്പുറം മഅദിൻ അക്കാദമിയുടെ 20ാം വാർഷികാഘോഷം വൈസനിയം മധ്യപൂർവ്വ മേഖല ഉദ്ഘാടനം നാളെ വൈകിട്ട് 7-ന് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ. 1ാം വാർഷികം ആഘോഷിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. ഏറ്റവുമധികം വിദേശയാത്രകൾ നടത്തിയ ലോക നേതാക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ച് പ്രധാനമന്ത്രി. സർക്കാർ ഓഫീസുകളിൽ രാഷ്ട്രപതിയുടെ ചിത്രത്തിനൊപ്പം മോദിയുടെ ചിത്രം സ്ഥാപിക്കാൻ നിർദ്ദേശം. ബന്ദിപ്പൂർ ദേശീയപാതയിൽ റോഡിന്റെ അരികിൽ നിന്ന് ആനയ്ക്കും കുട്ടിയാനയ്ക്കുമൊപ്പം സെൽഫി എടുക്കാനെത്തിയ യുവാവിനെയും യുവതിയെയും ആന ആക്രമിച്ചു. പണവും സ്വർണവും അടങ്ങിയ ബാഗ് ആന ഭക്ഷിച്ചു. ബാർ കോഴ അന്വേഷണ വിവരങ്ങൾ പുറത്തുവരുന്നത് ശരിയല്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. വാർത്തകൾ വിശദമായി. 1ാം വാർഷികം ആഘോഷിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. വാർത്തയുടെ തലക്കെട്ട് കേട്ട് ഞെട്ടേണ്ടതില്ല. ഇനിയുള്ള വാർത്തകളിൽ നിന്ന് കാര്യം വ്യക്തമാകും. അധികാരമേറ്റ് 1 വർഷത്തിനിടെ ഏറ്റവുമധികം വിദേശയാത്രകൾ നടത്തിയ ലോക നേതാക്കളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടം പിടിച്ചു കഴിഞ്ഞു. 18 രാജ്യങ്ങളിലേക്ക് മോദി നടത്തിയ സന്ദർശനം രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ രംഗത്തിന് മുതൽക്കൂട്ടായെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അതേസമയം രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് മോദിയുടെ ഉലകം ചുറ്റലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രധാനമന്ത്രിയായ ശേഷം ഭൂട്ടാനാണ് മോദി സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യം. തുടർന്ന് ബ്രിക്സ് ഉച്ചകോടിക്കായി ബ്രസീലും, തൊട്ടുപിന്നാലെ നേപ്പാളും, ഏഷ്യൻ ശക്തിയായ ജപ്പാനും. വിവരസാങ്കേതിക രംഗത്തെ കരാറുകളായിരുന്നു ജപ്പാൻ യാത്രയിൽ മോദിയുടെ നേട്ടം. സെപ്റ്റംബറിൽ ചരിത്രപരമായ അമേരിക്കൻ സന്ദർശനം. വിസയ്ക്കുള്ള വിലക്ക് നീക്കിയ അമേരിക്ക മോദിയെ സ്വാഗതം ചെയ്തു. നിർണായകമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ആണവ കരാറിലുണ്ടായ തടസ്സം നീക്കിയതിനെ. ഐക്യരാഷ്ട്രസഭയെയും മോദി യാത്രയിൽ അഭിസംബോധനം ചെയ്തു. ഫിജി, മ്യാൻമർ, നേപ്പാൾ എന്നിവയ്ക്കൊപ്പം 5 ദിവസം നീണ്ടുനിന്ന ഓസ്ട്രേലിയൻ സന്ദർശനമായിരുന്നു അടുത്തത്. ഓസ്ട്രേലിയയിൽ നേട്ടമായത് ആണവ കരാറും വിദ്യാഭ്യാസ വ്യാപാര രംഗത്തെ സഹകരണ കരാറുകളും. സോഷ്യലിസ്റ്റ് ശ്രീലങ്ക, മൌറീഷ്യസ്, സിംഗപ്പൂർ സന്ദർശനം ഇന്ത്യൻ സമുദ്രത്തിൽ പിടിമുറുക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് തടയിടാൻ നടത്തിയ ശ്രമമാണ്. ഏപ്രിലിൽ ഫ്രാൻസ്, കാനഡ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ. ഒടുവിൽ ചൈന, കൊറിയ സന്ദർശനം. സാമ്പത്തിക രംഗത്ത് മികച്ച നേട്ടമുണ്ടാക്കാൻ മോദിയുടെ വിദേശയാത്രകളിലൂടെ സാധിച്ചുവെന്നാണ് BJP വാദിക്കുന്നതെങ്കിലും കോടികൾ മുടക്കിയുള്ള വിദേശയാത്രയിലൂടെ ഖജാന കാലിയാവുന്നത് അവരറിഞ്ഞില്ല. യാത്രക്കിടയിൽ സ്വന്തം മൊബൈലിൽ സെൽഫി എടുക്കാനും മോദി മറന്നില്ല. സ്വദേശത്തുള്ള ഇന്ത്യക്കാരേക്കാൾ വിദേശത്തുള്ള ഇന്ത്യക്കാരാണ് മോദിയെ കണ്ടതെന്നും നേട്ടങ്ങളെന്ന് അവകാശപ്പെടുന്നവ ഊതിവീർപ്പിച്ചതാണെന്നും കോൺഗ്രസ് പരിഹസിക്കുന്നു. വിമർശനങ്ങൾ മോദിയുടെ വിദേശ സന്ദർശനത്തിന് തടയാകുന്നില്ല. അടുത്ത മാസം ബംഗ്ലാദേശിലേക്കും ജൂലൈയിൽ റഷ്യ ഉൾപ്പെടെ 6 രാജ്യങ്ങളിലേക്കുമാണ് മോദിയുടെ യാത്ര. ചൈന സന്ദർശനം നടത്തിയ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. തന്റെ ആപ്പിൾ ഐഫോണിലെടുത്ത സെൽഫികൾ മോദി ട്വീറ്റ് ചെയ്യുമ്പോൾ മോദി ചിത്രമെടുക്കുന്നത് പകർത്തി ആഘോഷമാക്കുകയാണ് ചൈനീസ് മാധ്യമങ്ങൾ. ചൈനീസ് പ്രധാനമന്ത്രി ലീ കെക്കിയാങ്ങുമൊത്ത് നരേന്ദ്രമോദി എടുത്ത സെൽഫി ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സൂപ്പർബർഗ് അടക്കം 4 ലക്ഷത്തിലധികം ആളുകളാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം സ്ഥാപിക്കണമെന്ന നിർദ്ദേശം. വിവിധ മന്ത്രാലയങ്ങളാണ് ഇതു സംബന്ധിച്ച ഉത്തരവിറക്കിയത്. രാഷ്ട്രപതിയുടെ ചിത്രത്തിനൊപ്പം പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ആകാശവാണി, ദൂരദർശൻ പോലുള്ള സ്ഥാപനങ്ങളിൽ നേരത്തെ തന്നെ ഉത്തരവ് നടപ്പാക്കിയിരുന്നു. ഇപ്പോൾ മറ്റു സ്ഥാപനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പ്രധാന ഉദ്യോഗസ്ഥരുടെ മുറികളിലും കോൺഫറൻസ് ഹാളിലും ചിത്രം സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ അളവും ഫ്രെയിം ചെയ്യേണ്ട രീതിയും ഉൾപ്പെടെ കാര്യങ്ങൾ
കാര്യങ്ങൾ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇമേജ് നിലനിർത്താനുള്ള വില കുറഞ്ഞ മാർഗമാണിതെന്ന് പ്രതിപക്ഷ കക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നു. നരേന്ദ്രമോദി സർക്കാരിന് ഇന്ന് 1-ാം വാർഷികം. വാർഷികാഘോഷത്തിനും സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും വിപുലമായ പരിപാടികളാണ് ബിജെപിയും കേന്ദ്ര സർക്കാരും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കർഷകർക്കായുള്ള പുതിയ ചാനൽ ഡിഡി കിസാന്റെ ഉദ്ഘാടനം മോദി ഇന്ന് നിർവഹിക്കും. നരേന്ദ്രമോദിയുടെ വിദേശയാത്ര സോഷ്യൽ മീഡിയയിലും വൻ ചർച്ചയായിരിക്കുകയാണ്. പരിഹാസങ്ങളാണ് ഉയർന്നു പൊങ്ങുന്നത്. യാത്രകളെക്കുറിച്ചുള്ള വിവാദങ്ങളും തമാശകളും സോഷ്യൽ മീഡിയ കളിയായും കാര്യമായും ചർച്ച ചെയ്യവേ മോദിയുടെ വിദേശയാത്രകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രധാനമന്ത്രിയായതിനുശേഷം 55 ദിവസം കൊണ്ട് മോദി സഞ്ചരിച്ച ആകെ ദൂരം ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ പകുതി വരുമെന്നാണ് കണക്ക്. 18 രാജ്യങ്ങളാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മോദി സന്ദർശിച്ചത്. മൊത്തം 1,61,588.41 കിലോമീറ്റർ. ചന്ദ്രനിലേക്കുള്ള ദൂരമാകട്ടെ 3,84,400 കിലോമീറ്ററും. ഇങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ പകുതിയോളം മോദി വെറും 55 ദിവസങ്ങൾ കൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇതു സംബന്ധിച്ച കണക്കുകൾ വിവരിക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അധികാരത്തിലെത്തി 1 വർഷം പിന്നിടുമ്പോൾ മോദി എണ്ണുന്ന ഭരണ നേട്ടങ്ങളിൽ ഇതുകൂടി ഉൾപ്പെടുത്തണമെന്നാണ് സോഷ്യൽ മീഡിയയിലെ അടക്കം പറച്ചിൽ. AICC ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി കോഴിക്കോട്ടെത്തി. ഉച്ചയ്ക്ക് ജെറ്റ് എയർവേസ് വിമാനത്തിൽ കരിപ്പൂരിലിറങ്ങിയ രാഹുൽ പിന്നീട് റോഡ് മാർഗമാണ് കോഴിക്കോട്ടേക്ക് തിരിച്ചത്. വൈകിട്ട് 5:30 കോഴിക്കോട് കടപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ കരിപ്പൂരിൽ സ്വീകരിച്ചു. കോഴിക്കോട് PWD ഗസ്റ്റ് ഹൌസിൽ കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതാക്കൾ വിശദീകരിക്കും. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും ചർച്ചയാകും. മുതിർന്ന നേതാവ് AK ആന്റണി ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ കോഴിക്കോടെത്തി. സമ്മേളനത്തിന് ശേഷം റോഡ് മാർഗം തൃശൂരിലേക്ക് പോകുന്ന രാഹുൽ രാത്രി രാമനിലയത്തിൽ തങ്ങും. നാളെ സംസ്ഥാനത്തെ റബ്ബർ കർഷകരുമായും ചാവക്കാട് മത്സ്യത്തൊഴിലാളികളുമായും കൂടിക്കാഴ്ച നടത്തും. രാഹുൽ ഗാന്ധിയുടെ വരവ് കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ സന്നാഹമാണ് കോഴിക്കോട് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ബാർ കോഴക്കേസിന്റെ അന്വേഷണ വിവരങ്ങൾ പുറത്തുവരുന്നത് ശരിയല്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. ഇതൊന്നും ശരിയായ വിവരങ്ങളാണോ എന്ന് അറിയില്ല. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഇതേക്കുറിച്ച് തന്നോട് ആരും പരാതിപ്പെട്ടിട്ടില്ല. കേസന്വേഷണം സുതാര്യവും ശരിയായ ദിശയിലുമാണ് നടക്കുന്നത്. കേസിൽ ആരെയും രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും VM സുധീരൻ കോഴിക്കോട് പറഞ്ഞു. പ്രശ്നങ്ങളുടെ തുടക്കം മുതൽ തന്നെ വളരെ വ്യക്തതയോടുകൂടിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ആരെയും അല്ലെങ്കിൽ അവിഹിതമായി സംരക്ഷിക്കാനോ ഇതിൽ ഇടപെടാനോ ഇതേവരെ ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടില്ല. അത് രീതിയുമല്ല. ഏത് കേസ്, ഈ കേസെന്നല്ല, ഏത് കേസ് വന്നാലും ആ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദൈനംദിന റിപ്പോർട്ടുകൾ, അനുനിമിഷമുള്ള റിപ്പോർട്ടുകൾ, ഓരോ ചലനങ്ങളും അതേ രീതിയിൽ പുറത്തു വരുന്നത് ആ ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് അനാവശ്യമായ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടവരുത്തും. അത് ഒഴിവാക്കപ്പെടേണ്ടതായി. മൈസൂർ ഊട്ടി ദേശീയപാതയിലെ ബന്ദിപ്പൂർ വനമേഖലയിൽ റോഡരികിൽ നിന്ന് ആനയ്ക്കും കുട്ടിയാനയ്ക്കുമൊപ്പം സെൽഫിയെടുക്കാനെത്തിയ സഞ്ചാരികളെ ആന ആക്രമിച്ചു. ആനയും കുഞ്ഞും നിൽക്കുന്നത് കണ്ട് റോഡിൽ കാർ നിർത്തി പുറത്തിറങ്ങി സെൽഫിയെടുത്ത യുവാവിനും യുവതിക്കും നേരെ കാട്ടാന കുഞ്ഞുമായി ആക്രമിക്കാൻ അടുക്കുകയായിരുന്നു. ആന വരുന്നത് കണ്ട് കാറിൽ കയറാനാവാതെ യുവാവും യുവതിയും ഓടിമാറിയതിനെ തുടർന്ന് ആന കാർ ആക്രമിക്കുകയായിരുന്നു. കാറിന്റെ ഗ്ലാസ് തകർത്ത് കാറിനുള്ളിൽ നിന്നും ഭക്ഷണ സാധനങ്ങളും പണവും സ്വർണവുമടങ്ങിയ ബാഗും ആന പുറത്തെടുത്ത് ഭക്ഷിച്ചു. അതിനുശേഷം കയറ്റത്തിൽ നിർത്തിയിരുന്ന കാർ തള്ളി പിറകിലേക്ക് ഉരുട്ടുകയായിരുന്നു. കാർ വരുന്നത് കണ്ട് പിറകിൽ വാഹനങ്ങൾ നിർത്തിയിരുന്ന യാത്രക്കാർ പരിഭ്രാന്തരായി. ഇതിനിടയിൽ പിറകിലേക്ക് നീങ്ങിയ കാറിനെ യുവാവ് തടയാൻ നോക്കിയതും ആശങ്ക സൃഷ്ടിച്ചു. കാർ പിറകിലേക്ക് ഉരുണ്ട് അടുത്തുള്ള മണത്തിട്ടയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ബന്ദിപ്പൂർ വനമേഖലയിലൂടെ ഉച്ചത്തിൽ പാട്ടുവെച്ചും തുടരെ ഹോൺ മുഴക്കിയും കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് നേരെ ആനകൾ പ്രകോപിതരാകാറുണ്ട്. വനമേഖലകളിൽ വഴിയിൽ കാണുന്ന വന്യജീവികളെ ഉപദ്രവിക്കരുതെന്നും പ്രകോപിതരാക്കരുതെന്നുമുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ നൽകാറുണ്ടെങ്കിലും ചില യാത്രക്കാർ അത് ഗൌനിക്കാതെ ഫോട്ടോയ്ക്കും മറ്റുമായി വാഹനം വനമധ്യത്തിൽ നിർത്താറുണ്ട്. മുംബൈ വിമാനത്താവളത്തിന് മുകളിൽ പാരച്യൂട്ടുകൾ പറക്കുന്നത് കണ്ടുവെന്ന റിപ്പോർട്ട്. 5 പാരച്യൂട്ടുകൾ വിമാനത്താവളത്തിന് മുകളിൽ പറക്കുന്നതായി ജെറ്റ് എയർവേസ് പൈലറ്റാണ് കണ്ടെത്തിയത്.
ശനിയാഴ്ച വൈകുന്നേരം 5:55 ഇത്. പാരച്യൂട്ടുകൾ തെക്ക് നിന്ന് വടക്ക് ഭാഗത്തേക്ക് പറന്നു നീങ്ങുന്നതാണ് കണ്ടതെന്ന് പൈലറ്റ് പറയുന്നു. എന്നാൽ സംഭവം സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തുടർ നടപടികളുണ്ടായിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് പോലീസ് ഇതുവരെ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതേസമയം ATC, IAF, CISF, മുംബൈ പോലീസ് എന്നിവർ ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സ്വിസ് ബാങ്കിൽ നിക്ഷേപമുള്ള ഇന്ത്യക്കാരുടെ പേര് വിവരങ്ങൾ സ്വിസ് ബാങ്ക് അധികൃതർ വെളിപ്പെടുത്തുന്നു. 2 പേരുടെ വിവരങ്ങൾ പുറത്തുവന്നു. സ്നേഹലത സ്വാഹ്നി, സംഗീത സ്വാഹ്നി എന്നിവരുടെ പേരുകളാണ് പുറത്തുവന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് താൽപര്യമില്ലെങ്കിൽ 1 മാസത്തിനകം ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ അപ്പീൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക ഗസറ്റിലാണ് പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ബ്രിട്ടൻ, സ്പെയിൻ, റഷ്യ എന്നീ രാജ്യങ്ങളിലുള്ള നിക്ഷേപകരിൽ ചിലരുടെ പേരുകളും ഗസ്റ്റിലുണ്ട്. അതേസമയം അമേരിക്കക്കാരുടെയും ഇസ്രായേലുകളുടെയും പേരുകൾ പുറത്തുവിട്ടിട്ടില്ല. 40ഓളം പേരുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു വാശികളും കുസൃതികളുമൊക്കെ ചില നേരം മാതാപിതാക്കൾക്ക് തലവേദന സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഒരു 2.5 വയസ്സുകാരിയുടെ വാശിയും കരച്ചിലും അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് വരെ തലവേദനയായി. വൈറ്റ് ഹൌസിൽ നടത്തിയ വിരുന്നിനിടയിലാണ് 2.5 വയസ്സുകാരി ക്ലാഡിയ നിലത്ത് കമഴ്ന്നു കിടന്ന് വഴക്കിട്ട് കരയാൻ തുടങ്ങിയത്. അപ്രതീക്ഷിതമായി കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഒബാമയും അമേരിക്കയുടെ പ്രഥമ വനിത മിഷേൽ ഒബാമയും വരെ ഓടിയെത്തി. എന്നിട്ട് പോലും കമീന്നടിച്ചുള്ള കിടപ്പോ കരച്ചിലോ കുട്ടി നിർത്തിയില്ല. ഒബാമയുടെ ക്ഷണമനുസരിച്ച് വിരുന്നെത്തിയ വാഷിംഗ്ടൺ പോസ്റ്റിലെ പ്രത്യേക ലേഖിക ലോറ മോസറിന്റെ മകളാണ് ക്ലാഡിയ. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുൻപിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. കുവൈത്തിൽ സന്ദർശക വിസയിലെത്തി തിരിച്ചു പോവാത്തവർക്കെതിരെ നടപടി. വിശദമായ റിപ്പോർട്ടിലേക്ക്. കുവൈത്തിൽ സന്ദർശക വിസയിലെത്തുന്ന വിദേശികൾ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചുപോയില്ലെങ്കിൽ സ്പോൺസറെ കുറ്റക്കാരനായി കണ്ട് നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ താമസകാര്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സന്ദർശക വിസ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചുപോകാത്ത നിരവധി പേർ കുവൈത്തിൽ കഴിയുന്നതായാണ് താമസ വിഭാഗത്തിന്റെ കണക്ക്. രാജ്യത്ത് പ്രശ്നങ്ങളുണ്ടാക്കുന്നതിൽ കാര്യമായ പങ്കുവഹിക്കുന്നുണ്ടെന്നതിനാൽ ഇത്തരക്കാർക്കെതിരെ കർശന നടപടിക്ക് ഒരുങ്ങുകയാണ് ആഭ്യന്തര മന്ത്രാലയം. സ്വദേശികളുടെയും വിദേശികളുടെയും സ്പോൺസർഷിപ്പിൽ കുടുംബ സന്ദർശന വിസയിൽ എത്തുന്നവരാണ് അനധികൃത താമസം തുടരുന്നത്. ഈജിപ്ത്, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് സന്ദർശനത്തിനെത്തി കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങാതെ മുങ്ങി നടക്കുന്നവരിൽ ഏറെയും. ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യമനിൽ നിന്നുള്ളവരും ഇങ്ങനെയെത്തി മടങ്ങാതിരിക്കുന്നുണ്ട്. അടുത്തിടെ സാഹചര്യങ്ങളിൽ സ്പോൺസർമാർക്കെതിരെയാണ് നിയമ നടപടി സ്വീകരിക്കുകയെന്ന് റെസിഡൻസി അഫയേഴ്സ് മേധാവി മേജർ ജനറൽ തലാൽ അൽ മറാഫി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഈ വർഷം ഹജ്ജിനെത്തുന്ന ഹാജിമാർക്കുള്ള സേവന സൌകര്യങ്ങൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി വിവിധയിനം പദ്ധതികളാണ് ഹജ്ജ് മന്ത്രാലയം ഒരുക്കുന്നത്. വിശദമായ വിവരങ്ങളുമായി അലി AR നഗർ ചേരുന്നു. ഈ വർഷം ഹജ്ജിനെത്തുന്ന ഇന്ത്യൻ ഹാജിമാർക്കുള്ള സേവന സൌകര്യങ്ങൾക്കായുള്ള കരാർ ദക്ഷിണേഷ്യൻ തീർത്ഥാടകർക്കായുള്ള മുത്തവ്വിഫും ഇന്ത്യൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രതിനിധികളും തമ്മിൽ ഒപ്പുവച്ചു. 1,36,000 തീർത്ഥാടകർക്ക് പുണ്യഭൂമികളിൽ വിവിധ സേവനങ്ങൾ ഒരുക്കുന്നതിനുള്ളതാണ് കരാർ. 1,00,000 തീർത്ഥാടകർ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴിയും ബാക്കി 36,000 പേർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുമാണ് ഹജ്ജിനെത്തുക. കരാർ പ്രകാരം മിനയുടെ അതിർത്തിക്കുള്ളിൽ തന്നെ മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകർക്കും മുത്തവഫ് ടെന്റുകൾ നൽകും. കഴിഞ്ഞ വർഷത്തിൽ എന്ന പോലെ ഈ വർഷവും വിശുദ്ധ നഗരങ്ങളിൽ ഹാജിമാർക്ക് ഭക്ഷണ വിതരണം മുത്തവഫ് ഏറ്റെടുക്കും. മദീനയിലെ താമസ സ്ഥലങ്ങളിലും ഭക്ഷണം മുത്തവഫിന്റെ ഉത്തരവാദിത്തത്തിലായിരിക്കും. അതേസമയം ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് ഇലക്ട്രോണിക് കൈവള നൽകാനുള്ള നടപടികൾ ഹജ്ജ് മന്ത്രാലയത്തിന് കീഴിൽ പുരോഗമിക്കുന്നു. തീർത്ഥാടകന് കയ്യിൽ കെട്ടി നടക്കാൻ കഴിയുന്ന വെള്ളം കടക്കാത്ത രീതിയിൽ ടച്ച് സംവിധാനത്തോടെയാണ് ഈ വള നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളയിൽ ടച്ച് ചെയ്യുന്നതോടെ പേര്, അഡ്രസ്, താമസ സ്ഥലം, മെഡിക്കൽ റിപ്പോർട്ട് തുടങ്ങി തീർത്ഥാടകനുമായുള്ള ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും സ്ക്രീനിൽ തെളിയും. റൂട്ട് മാപ്പ്, ഖിബ്ല നിർണ്ണയിക്കാനുള്ള സംവിധാനം എന്നിവ ഒരുക്കാനും പദ്ധതിയുണ്ട്. ഹജ്ജ് സേവനം സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന പദ്ധതി ഉടനെ പ്രാബല്യത്തിൽ വരുമെന്ന് ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു. ജിദ്ദയിൽ നിന്ന് KMIC ന്യൂസിനു വേണ്ടി അലി AR നഗർ. കടമ്പഴിപ്പുറം 18-ാം മൈലിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് സജീവ സുന്നി പ്രവർത്തകനായ ഉമ്മനേഴിയിലെ മദ്രസാധ്യാപകൻ മരിച്ചു. ഉമ്മനേഴി വയലിപ്പാടം യൂസുഫിന്റെ മകൻ സിദ്ദീഖ് ഹസനിയാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. പരേതന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ നേതാക്കൾ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ.
നിസ്തുല്യ വിസ്മയത്തിൽ വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ ആദർശത്തിനാദമി ശ്രവണപുടങ്ങളിൽ ആവേശം അറിവിൻ നിലകൾ പകരും ജാലകം കാണാൻ വാവേഗം KMIC നേരിൻ നാദമിതാ ആദർശത്തിൻ നൂതന ശബ്ദമിതാ KMIC നേരിൻ നാദമിതാ ആദർശത്തിൻ നൂതന ശബ്ദമിതാ പോരുക പോരുക സോദരരെ ഈ ജാലകമിൽ ചേരൂ നേരിൻ നാദം കേട്ടിടുവാൻ ഈ ജ്വാല ഇതിൽ ചേരൂ വാ നാം ചേർന്നിടാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കാന്തപുരം ഉസ്താദിനെയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെയും പിളർത്താൻ ആർക്കും സാധ്യമല്ലെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എടരിക്കോട് മയ്യഞ്ചേരി മദ്രസ കെട്ടിട ഉദ്ഘാടന ശേഷം നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാന്തപുരം ഉസ്താദ് എന്നു മുതൽ നേതൃത്വം നൽകി തുടങ്ങിയോ അന്നു മുതലാണ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഉയർന്നു വന്നിട്ടുള്ളത് എന്നതിൽ സംശയമില്ല. കാന്തപുരം ഉസ്താദിന്റെ കൂടെ 28 വയസ്സ് മുതൽ ഒപ്പം നിന്ന ചരിത്രമേ ഇന്നേ വരെയുള്ളൂ. എന്നിട്ട് ഞാനും ഉസ്താദും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് വരുത്തി തീർക്കാൻ ചില തൽപരകക്ഷികൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ അവജ്ഞയോടെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിക്കളയാൻ സുന്നികൾക്ക് കഴിയണമെന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു. മലപ്പുറം മഅദിൻ അക്കാദമിയുടെ 20ാം വാർഷികാഘോഷം വൈസനീയം മധ്യപൂർവ്വ മേഖലാ ഉദ്ഘാടനം നാളെ വൈകിട്ട് 7-ന് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടക്കും. 2017 ഡിസംബർ വരെ നീണ്ടുനിൽക്കുന്ന വൈസനീയത്തിന്റെ ഭാഗമായി 20 രാജ്യങ്ങളിൽ വിവിധ പദ്ധതികൾ സംഘടിപ്പിക്കുമെന്ന് മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അറിയിച്ചു. വിദ്യാഭ്യാസം, മതം, സാംസ്കാരികം, സാമ്പത്തികം, ചരിത്രം, കുടുംബം, കുടിയേറ്റം, ആരോഗ്യം, പരിസ്ഥിതി, ഭാഷ തുടങ്ങിയ 20 വിഭാഗങ്ങളിൽ വിവിധ പരിപാടികളാണ് വൈസനീയത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുക. രാജ്യാന്തര മേഖലയിൽ ബൃഹത് സാധ്യതകളുള്ള ഇസ്ലാമിക് ബാങ്കിംഗ് ആൻഡ് ഫൈനാൻസ് മേഖലയിലെ ഉന്നത പഠനത്തിനും മഅദിൻ അക്കാദമിക്ക് കീഴിൽ സൌകര്യമൊരുക്കും. ഈ മേഖലയിൽ ലോകത്തിലെ മികച്ച പഠനകേന്ദ്രമായ മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് ബാങ്കിംഗ് ആൻഡ് ഫൈനാൻസിന്റെ ബിരുദ കോഴ്സുകൾ ഈ വർഷം മുതൽ മഅദിൻ അക്കാദമിയിൽ ആരംഭിക്കും. ഇസ്ലാമിക് ബാങ്കിംഗിന് മികച്ച പ്രചാരമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗവേഷണത്തോടെയുള്ള ബിരുദാനന്തര ബിരുദ പരിശീലനത്തിന് സൌകര്യമാകുമെന്നും ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പറഞ്ഞു. മഅദിൻ ഇസ്ലാമിക് ബാങ്കിംഗ് ആൻഡ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ജോലിയോടൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൌകര്യവുമുണ്ട്. 75 രാജ്യങ്ങളിൽ ഇസ്ലാമിക് ബാങ്കിംഗിന് ഔദ്യോഗിക അംഗീകാരമായി. ഇസ്ലാമിക് ബാങ്കിംഗിന്റെ വളർച്ച സാധാരണ ബാങ്കിംഗിനേക്കാളും വളരെ വേഗത്തിലാണ്. ലോകത്തിലെ പല ബാങ്കുകളും ശരീഅത്ത് ബാങ്കിംഗിന്റെ പല ഭാഗങ്ങളും നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക് ബാങ്കിംഗിനെപ്പറ്റി ശരിയായ അറിവും പരിചയവും ഉള്ളവരുടെ അഭാവം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാനാണ് മഅദിൻ അക്കാദമിയുടെ ശ്രമം. ഗൾഫ് രാജ്യങ്ങളിൽ അടക്കം ശക്തമായ സാന്നിധ്യമുള്ള ഇസ്ലാമിക് ബാങ്കിംഗ് മേഖലയിൽ ഒട്ടേറെ ജോലി സാധ്യതകളാണുള്ളത്. ദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റികളും മഅദിൻ അക്കാദമി സ്ഥാപനങ്ങളുമായും ഉണ്ടാക്കിയ ധാരണാപത്രമനുസരിച്ച് അവയുടെ പഠനാവസരങ്ങൾ ലഭ്യമാവുന്ന എഡ്യൂക്കേഷണൽ ഹബ്ബായി മഅദിൻ അക്കാദമിയെ മാറ്റാനാണ് വൈസനീയം ലക്ഷ്യമിടുന്നത്. പുതിയ 5 ക്യാമ്പസുകളുടെ ഉദ്ഘാടനം, കേരളത്തിന്റെ പൈതൃകത്തെക്കുറിച്ചുള്ള ബൃഹത്തായ ഗവേഷണ പദ്ധതി, രാജ്യാന്തര യൂണിവേഴ്സിറ്റികളുടെ സഹകരണത്തോടെ റിസർച്ച് ജേണൽ, 5000 ഹോം ലൈബ്രറികൾ തുടങ്ങിയവയും വൈസനീയത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ ഘടകത്തിന് കീഴിൽ ഇന്ന് ടൌൺ ഹാളിൽ പണ്ഡിത സമ്മേളനം സംഘടിപ്പിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ ആശയപ്രചാരണ രംഗത്ത് പുത്തൻ ഉണർവ് നൽകിയ സമ്മേളനത്തിൽ ദർസ്, മദ്രസ, ദഅ്വ കോളേജ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന 3000-ലധികം പണ്ഡിതർ പങ്കെടുത്തു.
സമസ്ത പണ്ഡിത സംഗമം ദഅ്വാ മേഖലയിലെ പുതിയ വഴിത്തിരിവായി. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ആഴത്തിലുള്ള ചർച്ചയും സംശയ നിവാരണവും സംഗമത്തിന് കൊഴുപ്പേകി. വൈവാഹിക മേഖലയിൽ പണ്ഡിതർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിവിധികളും എന്ന ശീർഷകത്തിലും ഇദ്ദ, നിക്കാഹ്, സ്വയംവരം, മുത്തലാഖ്, ഖിയാർ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച നടന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച് 2 മണിക്ക് സമാപിച്ച സമ്മേളനം കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. SYS സുപ്രീം കൌൺസിൽ അംഗം സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വിഷയാവതരണം നടത്തി. സയ്യിദ് സൈനുൽ ആബിദിൻ ബാഫഖി, സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ്, സയ്യിദ് അഹമ്മദ് ശിഹാബ് തങ്ങൾ തിരൂർക്കാട് തുടങ്ങിയ പ്രമുഖ സയ്യിദരും പണ്ഡിതരും പരിപാടിയിൽ പങ്കെടുത്തു. ഈ മാസം 28 വ്യാഴാഴ്ച മർക്കസിൽ സംഘടിപ്പിക്കുന്ന ഖത്മുൽ ബുഖാരി സംഗമത്തിന് അന്തിമരൂപമായി. രാവിലെ 9 മണിക്ക് സയ്യിദ് യൂസുഫുൽ ജിലാനിയുടെ പ്രാർത്ഥനയോടെ സഖാഫി സംഗമത്തിന് തുടക്കമാവും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ബുഖാരി സമാപന പ്രഭാഷണം നടത്തും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഇജാസത്തുൽ ഖുർആൻ സമ്മാനദാനം നിർവഹിക്കും. സയ്യിദ് ഒമറുൽ ഫാറൂഖ് ബുഖാരി, കോട്ടൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ആശംസകൾ നേരും. CM ഇബ്രാഹിം പ്രസംഗിക്കും. സയ്യിദ് ഹബീബ് കോയ, സയ്യിദ് ഷറഫുദ്ദീൻ, സയ്യിദ് അബ്ദുൽ ഫത്താഹ്, സയ്യിദ് PKS, സയ്യിദ് മുഹമ്മദ് തുറാബ്, AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, N അലി മുസ്ലിയാർ, ഹൈദ്രോസ് മുസ്ലിയാർ തുടങ്ങിയ സാദാത്തുക്കളും പണ്ഡിതരും സംബന്ധിക്കും. C മുഹമ്മദ് ഫൈസിയുടെ അധ്യക്ഷതയിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ബഷീർ ഫൈസി വണ്ണക്കോട്, ജലീൽ സഖാഫി ചെറുശോല യഥാക്രമം യമൻ തരംഗങ്ങൾക്കിടയിൽ ഫിഖ്ഹ്, പ്രതിസന്ധികൾക്ക് പരിഹാരം എന്നീ വിഷയങ്ങൾ അവതരിപ്പിക്കും. സമസ്ത കേരള സുന്നി യുവജന സംഘം യൂണിറ്റ് മുതൽ സംസ്ഥാന ഘടകം വരെ നടത്തുന്ന വാർഷിക കൌൺസിലുകൾ ജില്ലാ തലങ്ങളിൽ ആരംഭിച്ചു. സോൺ, സർക്കിൾ, യൂണിറ്റ് ഘടകങ്ങളിൽ സമയബന്ധിതമായി പൂർത്തീകരിച്ച കൌൺസിലുകളിൽ നിന്നും CCമാർ തയ്യാറാക്കിയ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി ചർച്ചയും ജില്ലയുടെ ഗ്രേഡിംഗും കൌൺസിലുകളിൽ നടക്കും. കഴിഞ്ഞ വർഷം സംഘടന നടപ്പാക്കിയ 60ാം വാർഷിക പദ്ധതിയടക്കം മുഴുവൻ പ്രവർത്തനങ്ങളും സമ്പൂർണ്ണമായും വിലയിരുത്തും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 1ാം വാർഷികം ആഘോഷിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. ഏറ്റവുമധികം വിദേശയാത്രകൾ നടത്തിയ ലോക നേതാക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ച് പ്രധാനമന്ത്രി. ബാർ കോഴ അന്വേഷണ വിവരങ്ങൾ പുറത്തുവരുന്നത് ശരിയല്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. മലപ്പുറം മഅദിൻ അക്കാദമിയുടെ 20ാം വാർഷികാഘോഷം വൈസനിയും മധ്യപൂർവ്വ മേഖല ഉദ്ഘാടനം നാളെ വൈകിട്ട് 7-ന് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ. സർക്കാർ ഓഫീസുകളിൽ രാഷ്ട്രപതിയുടെ ചിത്രത്തിനൊപ്പം മോദിയുടെ ചിത്രം സ്ഥാപിക്കാൻ നിർദ്ദേശം. മർക്കസിൽ ഖത്മുൽ ബുഖാരി സംഗമത്തിന് അന്തിമ രൂപമായി. ദഅ്വാ മേഖലയിലെ പുതിയ വഴിത്തിരിവായി സമസ്ത പണ്ഡിത സമ്മേളനം. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30-ന്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.